everyone, welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the fourth lecture of Management Concepts and Thought. In this lecture, we are going to discuss about the styles of an effective manager. There are three styles of an effective manager: empowerment style, participation style, and guidance style. First one, empowerment style. Under empowerment style, decision making is being pushed down to the lowest level of the organization. Empowerment style refers to delegating the decision making authority regarding the actions to be taken on a task that is considered to be important both to the manager and employee. എംപവർമെൻറ്റ് സ്റ്റൈലിൽ മാനേജർ എംപ്ലോയീസിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു അതോറിറ്റിയും കൂടിയാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മാത്രമല്ല ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്, ലോവർ ലെവൽ എംപ്ലോയീസിനെ കൂടി അതിൽ പങ്കെടുപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലും കൂടി അവർ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമാണെന്നൊരു തോന്നൽ അവർക്ക് വരികയും ചെയ്യും. അങ്ങനെ എംപ്ലോയീസിനെ എംപവർ ചെയ്യാം. ഓർഗനൈസേഷനിൽ ലോവർ ലെവൽ എംപ്ലോയീസിനെ കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് സാധാരണ ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുക്കുന്നതെങ്കിലും ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഇപ്പം മെഷീനുമായിട്ടുള്ള പ്രോബ്ലംസ് മാനേജറിനേക്കാളും കൂടുതൽ മനസ്സിലാകുന്നത് വർക്കേഴ്സിനായിരിക്കും. അപ്പം വർക്കേഴ്സാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കാനും കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു ഡിസിഷൻ നമുക്ക് പ്രാവർത്തികമാക്കാനും സാധിക്കും. The main reason for implementing empowerment program are to provide fast solution to business problems, to provide growth opportunities for employees, and to lower organizational cost. എംപവർമെൻറ്റ് സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള റീസൺസ് ആണ് പറയുന്നത്. ടു പ്രൊവൈഡ് ഫാസ്റ്റ് സൊല്യൂഷൻ ടു ബിസിനസ് പ്രോബ്ലംസിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസിന് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഓർഗനൈസേഷണൽ കോസ്റ്റ് വളരെ കുറവായിരിക്കുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് എംപവർമെൻറ്റ് സ്റ്റൈൽ വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എംപവർമെൻറ്റ് കൊണ്ട് എംപ്ലോയിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് അവരുടെ ജോലിയിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ജോലിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് കൂടുന്നു, സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു, മോട്ടിവേഷൻ്റെ ലെവൽ കൂടുന്നു. ഇതെല്ലാം എംപവർമെൻറ്റ് കൊണ്ട് എംപ്ലോയിക്കുണ്ടാകുന്ന ബെനിഫിറ്റുകളാണ്. സെക്കൻഡ് പോയിൻറ്റ്, പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ റെഫേഴ്സ് ടു the style of sharing information with employees and involving them in decision making, which acts as a quick cure for poor morale and low productivity. Employees are encouraged to run their own departments and make decisions regarding policies and processes by themselves. Participative management style പറയുന്നു, ഇൻഫർമേഷൻസ് എല്ലാം എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യുക, അവരെ കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. അങ്ങനെയെങ്കിൽ ലോ പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും പോർ മൊറയിലിൽ നിന്നും നല്ലൊരു പുരോഗമനം നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. എംപ്ലോയീസിനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അവരെ റൺ ചെയ്യിക്കുകയാണ് എങ്കിൽ ഡിസിഷൻസ് അതിനനുസരിച്ച് എടുക്കുകയും പോളിസീസും പ്രോസസ്സും ഒക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അവരെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്കവരെ ഉയർത്തിക്കൊണ്ടുവരാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഇൻ എവറി ഓർഗനൈസേഷൻ ആൻഡ് അറ്റ് എവറി ലെവൽ. എംപ്ലോയീസ് മസ്റ്റ് ഹാവ് ദ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ടു പാർട്ടിസിപ്പേറ്റ്. എംപ്ലോയീസ് എല്ലാ ഓർഗനൈസേഷനിലും ഈ ഒരു പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാ ലെവൽസിലും അത് സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ എംപ്ലോയീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് തന്നെ, ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെങ്കിൽ തന്നെ ചില സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇൻ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ദ മാനേജർ കൺസൾട്ട്സ് ഡയറക്ട്ലി വിത്ത് എംപ്ലോയീസ് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് അറ്റ് അതർ ടൈംസ് ഹി ഡെലിഗേറ്റ്സ് ഹിസ് അതോറിറ്റി ടു ദ എംപ്ലോയീസ് ഹു എൻഗേജ്ഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്.
പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ മാനേജർ ഡയറക്റ്റായിട്ട് എംപ്ലോയീസുമായിട്ട് കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതോറിറ്റിയൊക്കെ ഡെലിഗേറ്റ് ചെയ്യുമ്പം എംപ്ലോയീസിൻ്റെ ക്വാളിറ്റീസും സ്കിൽസും ഒക്കെ മാനേജർക്ക് അറിയാം. അതനുസരിച്ച് ഡിസിഷൻ മേക്കിങ്ങിലും എംപ്ലോയീസിനെ എന്ത് ചെയ്യാം, എൻഗേജ്. മൂന്നാമത്തെ സ്റ്റൈലാണ് ഗൈഡൻസ് സ്റ്റൈൽ. Guidance style refers to a style of functioning in which the manager acts as a mentor to his employees, where the manager outlines the goals of the company and each employee is made responsible for achieving his goals through timely guidance. ഗൈഡൻസ് സ്റ്റൈലിൽ മാനേജർ മെൻറ്ററായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. എംപ്ലോയീസിന് ആവശ്യമെങ്കിൽ ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഉപദേഷ്ടാവെന്ന നിലയിൽ മാനേജർ ആക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഗോൾസിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ എംപ്ലോയിക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാനേജറാണ്. കൂടാതെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈംലി ഗൈഡൻസ് എപ്പോഴും എംപ്ലോയീസിന് കൊടുക്കുന്നതും മാനേജറാണ്. അങ്ങനെ ഗൈഡൻസ് സ്റ്റൈലിലും മാനേജർ ആക്ട് ചെയ്യണം. The manager does not lock himself in cabin. Instead, he walks around to find out what is happening around him. മാനേജർ അയാളുടെ ക്യാബിനിൽ തന്നെ ലോക്ക് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ക്യാബിനിന് പുറത്തോട്ട് ഇറങ്ങി എന്താണ് അയാൾക്ക് ചുറ്റും നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. He interacts with the subordinates to find out their problems and calls for suggestions for improvement in the functioning of the organization. അതുപോലെ തന്നെ സബോർഡിനേറ്റ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, എന്താണ് സബോർഡിനേറ്റ്സിൻ്റെ പ്രോബ്ലംസ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആവശ്യമെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുക്കുക. ടൈംലി ഗൈഡൻസ് ഒക്കെ എപ്പോഴും എംപ്ലോയീസിന് മാനേജർ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഗൈഡൻസ് സ്റ്റൈലിൽ പറയുന്നത്. 3 സ്റ്റൈൽസാണ് നമ്മളിന്ന് പഠിച്ചത്. എംപവർമെൻറ്റ് സ്റ്റൈൽ, പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ ആൻഡ് ഗൈഡൻസ് സ്റ്റൈൽ. ഇത് മൂന്നും ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു മാനേജർ എംപ്ലോയിക്ക് കൊടുക്കേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ്, എംപ്ലോയിയെ എങ്ങനെ എംപവർ ചെയ്യുക എന്ന് പറയുന്നതാണ് എംപവർമെൻറ്റ് സ്റ്റൈലെങ്കിൽ അവരെ ഡിസിഷൻ മേക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം എന്നുള്ളതാണ് പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ പറയുന്നത്. ഗൈഡൻസ് സ്റ്റൈൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈംലി ഗൈഡൻസ് എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ 3 സ്റ്റൈൽസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ലെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റൈൽസ് ഓഫ് എൻ ഇഫക്റ്റീവ് മാനേജർ. അതിൻ്റെ 3 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചതാണ്. താങ്ക് യു ഫോർ ലിസണിങ്.